വിവേകാനന്ദ സാഹിത്യ സംഗ്രഹം 12. തയുടെ ബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മൃത്യുവിൽ നിന്നും ദുലത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. ഈ ബന്ധനം ഈശ്വരകൃപ കൊണ്ട് വീണുപോകൂ. ഈശ്വരകൃപ പവിത്രരിലെ വന്നു ചേരൂ. അതുകൊണ്ട് പവിത്രതയാണ് ഈശ്വരകൃപയ്ക്കുള്ള യോഗ്യത. ആ കൃപ എങ്ങനെ പ്രവർത്തിക്കുന്നു? പവര ഹൃദയത്തിൽ അവിടുന്ന് തന്നെത്താൻ വെളിപ്പെടുത്തുന്നു. പവിത്രനും അലിച്ചനും ഈശ്വരനെ ദർശിക്കുന്നു. അതും ഈ ജന്മം തരുന്ന. അപ്പോൾ നെഞ്ചിലെ കുടിലതകൾ നിവരും. അപ്പോൾ മാത്രം സർവസംശയവും അപ്പോൾ തീരും. പിന്നെ മനുഷ്യൻ ഭയങ്കരമായ കാരണനിയമത്തിന്റെ കളിപ്പാട്ടമല്ല. ഇതാണ് ഹിന്ദുമതത്തിന്റെ തനികേന്ദ്രം. മർമ്മപ്രധാനമായ ആശയം. ഹിന്ദുവിന് വാക്കുകളും വാദങ്ങളും കൊണ്ട് കഴിയാൻ ഇഷ്ടമില്ല. ഇന്ദ്രിയവേദ്യമായ സാധാരണ സത്തയിൽ കവിഞ്ഞു വല്ലതുമുണ്ട് എങ്കിൽ അതവന് നേരിട്ട് കാണണം. ജഡമല്ലാത്ത ഒരാത്മാവ് തന്നിലുണ്ട് എങ്കിൽ, പരമകാരുണികനായ ഒരു പരമാത്മാവുണ്ടെങ്കിൽ, അവന് നേരെ അങ്ങോട്ട് ചെല്ലണം. അവന് അവിടുത്തെ കാണണം. അതുകൊണ്ട് അവൻ സംശയമെല്ലാം നശിക്കൂ. അങ്ങനെ ആത്മാവിനിറ ഈശ്വര എന്റെ അത്യുത്കൃഷ്ടപ്രമാണമായി ഒരു ഹിന്ദുസിദ്ധൻ നൽകുന്നതിതാണ്. ആത്മദർശനം എനിക്ക് കിട്ടിയിരിക്കുന്നു. ഈശ്വരനെ ഞാൻ കണ്ടിരിക്കുന്നു. അതാണ് താനും പൂർണ്ണതയ്ക്കുള്ള ഏക വ്യവസ്ഥ. ചില സിദ്ധാന്തങ്ങളിലും തത്വങ്ങളിലും വിശ്വസിക്കാനുള്ള യത്നമോ സംരംഭമോ അല്ല ഹിന്ദുമതം. സാക്ഷാത്കരിക്കലാണത്. ആകലുമായിത്തീരലും. ഇപ്രകാരം ഹിന്ദുദർശനങ്ങളുടെ ലക്ഷ്യം മുഴുവൻ നിരന്തരയത്നം കൊണ്ട് പൂർണ്ണനും ദിവ്യനുമാകലാണ്. ഈശ്വരനെ പ്രാപിക്കുകയും ഈശ്വരനെ ദർശിക്കുകയും ചെയ്യുക. ഈ ഈശ്വരപ്രാപ്തിയും ഈശ്വരദർശനവും സ്വർഗസ്ഥനായ പിതാവിനെപ്പോലെ തന്നെ പരിപൂർണനായിത്തീരൽ ആണ് ഹിന്ദുവിന്റെ മതം. ബ്രഹ്മ ശ്വേതാശ്വതരോ വിദ്വൻ. ഓവോവോ 621. സ്തുതസ്കൃതം പശ്യത നിഷ്കലം ധ്യായമാന മുണ്ടകോപനിഷ 118. 1 യറാ സർവേ പ്രമുഖന്റെ കാമായേ സ്യഹി ശ്രീതവ അധമർത്യ മൂത്ത തെതബ്രഹ്മ സംശയ. കഠോപനിഷത്ത് 34. ഭിത്യതേ ഹൃദയഗ്രന്ഥിഷ്യന്ത സർവശയ ക്ഷീയന്റെ ചാസ്യ കർമാണി തസ്യന്ദ്രഷ പരാവരേ. മുണ്ടകോപനിഷ 229. സ്റ്റാർ വേദാഹമരജാം പുരാണം സർവാർമാനം സർവഗതം വിഭൂതാത്. 3.21.